Good morning again. Take your textbook. ചന്ദ്രബിന്ദു और സംയുക്താക്ഷരം की കവിത. കവിത വായിച്ചു നോക്കിയോ നിങ്ങള്? അല്ല ബുക്ക് അവിടെ അടച്ചു വെച്ചു അതുപോലെ അങ്ങനെയാണോ? ഷാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലോ? എന്ത് പറ്റി? റേഞ്ചില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോ? അവിടെ ശ്രദ്ധിച്ചോ? എന്നിട്ട് വായിച്ചു തരാം. चांद चमकता आसमान में कितना सुंदर लगता है, नन्हा बच्चा घुटनों के बल हौले हौले चलता है, बिल्ली डर कर भाग रही है, कुत्ता पीछा करता है, कुत्ते और बिल्ली से देखो मुन्ना कितना डरता है, दूर पेड़ पर बंदर बैठा दांत दिखाकर हंसता है, उधर पुष्प का गुच्छा देखो कितना अच्छा लगता है. നല്ല കവിതയുടെ ഈണത്തിൽ പാടണം. അത് കവിത. അത് ആർക്ക് പാടാൻ പറ്റും? ഒന്ന് കേൾക്കാനുള്ള കൊതിയുണ്ട. കവിത എങ്ങനെയാ പാടുക എന്നുള്ളത് ആരോട് പാടിത്തരുമോ മിസ്സിന്? കവിതയായിട്ട് പാടിത്തരാൻ പറ്റുമോ? നമ്മൾ എഡ്വിനെ കാണുന്നില്ല. പിന്നെ എങ്ങനെ? ആരാ ഇപ്പൊ പാട്ടുകാരുള്ള നമ്മുടെ ക്ലാസ്സില്? ആവണി പാടിത്തരുന്നാണോ? ഞാനോ? പിന്നെ ആര് പാടിത്തരുന്നേ? ആരുമില്ല. പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പാടിത്തരുമോ? തോഷിന് പാടിത്തരുന്ന പറഞ്ഞ് ആണോ? അടുത്ത ക്ലാസ്സിൽ പാടാം നമുക്കല്ലേ. അപ്പം അതിന്റെ താഴെ നോക്കിയേ. കവിത में से संयुक्त अक्षर तथा चंद्रबिंदु वाले अक्षर 3 बार लिखो. എന്താണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതില് സംയുക്ത നമ്മൾ എന്താണ് പഠിച്ചത്? ഇതില് ചന്ദ്രബിന്ദു ഉള്ളതും സംയുക്താക്ഷരങ്ങളും ആ വാക്കുകളുള്ള ഒരു കവിതയാന്നാ പറഞ്ഞല്ലേ. ഇതിൽ ചന്ദ്രബിന്ദു ഉള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്നാമത് ചാന്ത് അല്ലെ. ചന്ദ്രബിന്ദു ആദ്യം പറയാം. ചാന്ത്. പിന്നെ എന്താണുള്ളത്? വേറെ ഇവിടെ ഹംസുത്ത ലാസ്റ്റ് ലൈനില്, അതായത് ദൂർ പേട് പർ ബന്ദർ ബൈട്ട ദാന്ത് ദിഖാക്കർ ഹംസുത്താക്കി. അവിടെ ദാന്ത് ഹംസുത്ത നിങ്ങൾ അതിന്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് രണ്ടും ചന്ദ്രബിന്ദു ഉള്ള വാക്കുകളാണ് അല്ലെ. എന്താ അലൻ? അൺമ്യൂട്ട് ചെയ്യേ. മിസ്സേ ഇന്ന് മിസ് പറഞ്ഞ ചിഹ്നങ്ങൾ എടുക്കാന്നാ. എടുക്കാം മോനെ, ഇത് കഴിഞ്ഞില്ലല്ലോ. എടുക്കാട്ടോ, പെട്ടെന്ന് പറ. ഇത് അലൻ പറഞ്ഞ ഏതൊക്കെയാ ചന്ദ്രബിന്ദു ഉള്ള വാക്കുകള്? ഏതൊക്കെയാണ്? ചാന്ത് അണ്ടർലൈൻ ചെയ്യാ. ദാന്ത്, ദാന്ത് തിഗാക്കർ ഹംസുത്താഹ എന്നുള്ളതില് ദാന്ത് ഹംസുത്ത, ഹംസുത്ത എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. അപ്പം പിന്നെ സംയുക്താക്ഷരം ഉണ്ട് അല്ലെ. സംയുക്താക്ഷരങ്ങൾ ഏതൊക്കെയാണ് നോക്കിയോ. ഇവിടെ കൂട്ടക്ഷരങ്ങൾ വന്നിരിക്കുന്ന പദം ഏതൊക്കെയാണെന്ന് നോക്കിയേ. എവിടേക്കാ കൂട്ടക്ഷരം വന്നിരിക്കുന്നേ? നൻഹ ബച്ച കുടിനോം കേബൽ. അവിടെ നൻഹ എന്ന് കണ്ടോ? നാ പകുതി ഹ അല്ലെ. നൻഹ. അവിടെ ഒരു കൂട്ടക്ഷരം വന്നിട്ടുണ്ട്. അതാണ് സംയുക്താക്ഷർ. ബച്ച അല്ലേ. 2 ചായ ഉണ്ടല്ലേ. കൂട്ടാക്ഷരമാണത്. ബച്ച. പിന്നെ എവിടെയാണ്? ബില്ലി. ബില്ലി ഇല്ല എന്നുള്ള ഇല്ലി കണ്ടില്ലേ. കുത്ത, കുത്ത എന്നുള്ള വാക്ക്, ബില്ലി, ഇതൊക്കെ സംയുക്താക്ഷരങ്ങളുള്ള വാക്കുകളാണ്. കുത്ത്, ബില്ലി, മുന്ന, മുന്ന എന്നുള്ള വാക്ക്. എന്താ ജൂലിയത്തെ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യേ. കേട്ടില്ല. അത് ഞാൻ പറയാൻ വന്നതായിരുന്നു. ശ്രദ്ധിക്കുക. പിന്നെ മുന്ന. പിന്നെ എന്താണ്? പിന്നെ അവിടെ വരുന്നത് പുഷ്പ്. ഉദർ പുഷ്പ് കാ ഗുച്ഛ ദേക്കോ. പുഷ്പ് എന്നുള്ള വാക്കും ഗുച്ഛ ഇതൊക്കെ സംയുക്താക്ഷരങ്ങളാണ്. അച്ഛ. കിട്ടിയില്ലേ? യെസ് കിട്ടി. എന്തൊക്കെയായിരുന്നു? ചന്ദ്രബിന്ദുക്ക് മാത്രമുള്ളത് ചാന്ത്, ദാന്ത്, ഹംസുത്ത. ആ വാക്കുകൾ കണ്ടുപിടിച്ചില്ലേ?
പിന്നെ സംയുക്താക്ഷരം ഉള്ളത് ഏതൊക്കെയാണ്? നൻഹ, ബച്ച, ബില്ലി, കുത്ത, കുത്തെ, ബില്ലി, മുന്ന, പുഷ്പ്, ഗുച്ച, അച്ച. ഇത്രയും വാക്കുകളാണ് സംയുക്താക്ഷരങ്ങളുള്ളത്. അപ്പൊ ആ വാക്കുകൾ എന്താ വേണ്ടേ? റൈറ്റ് 3 times വേർഡ്സ് വിത്ത് ചന്ദ്രബിന്ദു ആൻഡ് സംയുക്താക്ഷരം. കണ്ടില്ല, അവിടെ 3 വാക്കുകൾ വെച്ച് ഇവിടെ എഴുതാനാ പറഞ്ഞത്. സംയുക്താക്ഷരങ്ങളുള്ളതും ചന്ദ്രബിന്ദു ക മാത്ര ക ശബ്ദ, ഒരു 3 വാക്കുകൾ വെച്ച് ഈ രണ്ടെണ്ണത്തിന്റെയും എഴുതാനാണ് അവിടെ പറയുന്നത്. എഴുതുക കേട്ടോ, ഹോംവർക്ക് അത്. കവിതാക്കോ യാദ് കർക്കെ സുനാവോ. എന്താണ് അത്? കവിതയുടെ രൂപത്തില് മിസ് പാടിയ പോലെയല്ല, നിങ്ങൾ നല്ല കവിത ചൊല്ലുന്നത് പോലെ ചൊല്ലി പഠിക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ മിസ്സിനെ കേൾപ്പിക്കണം. എല്ലാരും ആരുടെ കവിതയാ നല്ലത് നോക്കട്ടെ. ഒന്നുകൂടെ വായിച്ചു തരാം. चांद चमकता आसमान में कितना सुंदर लगता है, नन्हा बच्चा घुटनों के बल हौले हौले चलता है, बिल्ली डर कर भाग रही है, कुत्ता पीछा करता है, कुत्ते और बिल्ली से देखो मुन्ना कितना डरता है, दूर पेड़ पर बंदर बैठा दांत दिखाकर हंसता है, उधर पुष्प का गुच्छा देखो कितना अच्छा लगता है. നല്ല കവിത അല്ലേ? അങ്ങനെ നമ്മുടെ ഈ കവിത നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കണം കവിത. Okay. Then take your notebook to learn copy. അവിടെ നിങ്ങള് ഫസ്റ്റത്തെ പേജില് നിങ്ങള് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും സംയുക്താക്ഷരി ചൈത്ര ഇജ്ഞ ഇസ്ര ഇത്രയും അക്ഷരങ്ങള് നിങ്ങൾ അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അവിടെ എഴുതണം. ഹിന്ദി അക്ഷരമാല ഇതൊക്കെയാണ്. ആ ടു ആ സ്വരാക്ഷരങ്ങള് ആ മുതല് ആ വരെയും, വ്യഞ്ജനാക്ഷരങ്ങള് കാ മുതല് യാ ടു ഹാ വരെയും, സംയുക്താക്ഷർ ഛ ടു സ്ര വരെയും. ആ അക്ഷരങ്ങൾ നിങ്ങൾ ആ ഒരു പേജിലായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ഓരോന്നിന്റെ താഴെ ആയിട്ട് എഴുതിയിട്ട് നോട്ട് ബുക്കിൽ എഴുതണം. എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. കേട്ടോ ഫവാസേ? റിലു നെക്സ്റ്റ് പേജിൽ അവിടെ ഒരു പേജ് വിട്ടോ? എന്നാൽ ഡേറ്റ് ഇട്ടിട്ട് അവിടെ ഒരു പേജ് വിടുക. എന്താ റിലു അൺമ്യൂട്ട് ചെയ്യ്. ഫസ്റ്റത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ആ ഫസ്റ്റത്തെ പേജ് പോരാ, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്നത്തില് വേണം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അതെ കഴിഞ്ഞ ദിവസം എഴുതിയതിന്റെ ബാക്കി നെക്സ്റ്റ് പേജില്. ആ ഹിന്ദി അക്ഷരങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഹിന്ദി അക്ഷരങ്ങൾ എഴുതിച്ചോണ്ടിരിക്കും ഇടക്കിടയ്ക്ക് കേട്ടോ. അപ്പൊ നിങ്ങള് അക്ഷരങ്ങൾ തുടങ്ങി UKG പഠിക്കും. ഇപ്പം അക്ഷരങ്ങൾ തുടങ്ങി ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാ. ദെൻ അത് നിങ്ങൾ വീട്ടിൽ എഴുതണം. ആ ഒരു പേജ് വിട്ടോ? അവിടെ ഡേറ്റ് ഇട്ടിട്ട് അവിടെ സ്വരാക്ഷരങ്ങളും ഹിന്ദി അക്ഷർ ലിഖോ, ഹിന്ദിയിലെ അക്ഷരങ്ങൾ മുഴുവനായിട്ട് അവിടെ എഴുതണം. സ്വരാക്ഷരങ്ങൾ എഴുതുക, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക, സംയുക്താക്ഷരം. സിദ്ധാന്തൻ എന്നാണ്? നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന എടുക്കാൻ പറ്റില്ല കേട്ടോ. സിദ്ധാന്തേ അൺമ്യൂട്ട് ചെയ്യും. നിങ്ങളിപ്പോ ഇത്രയും നാൾ എഴുതിയത് അടുത്ത നെക്സ്റ്റ് പേജില് എന്തേ? ഇന്നലെ വരെ എഴുതിയതിന്റെ നെക്സ്റ്റ് പേജ്. എന്താ ഇത്ര ഡൗട്ട്? അക്ഷരങ്ങൾ ഞാൻ ഇടക്കിടക്ക് എഴുതിച്ചോണ്ടിരിക്കും നിങ്ങളെ. ഷാനി എന്താണ് പ്രശ്നം? എന്ത് ഈ കഴിച്ചോണ്ടിരിക്കുന്നത് ഷാൻ? എന്താണ് ഷാൻ? ഒന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്ക്. ആ ഒരു പേജ് വിട്ടില്ലേ? അവിടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിലായിട്ട് ഫസ്റ്റ് ഇത് എഴുതിക്കോ. ഇപ്പൊ തന്നെ എഴുതിക്കോ. ആ മുതൽ ഇറ് വരെയുള്ള അക്ഷരങ്ങൾ എഴുതിക്കോ. അവിടെ ആ മുതല് ഇറ് വരെ എഴുതിക്കോ. സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഊ വരെ എഴുതി. മിസ് എഴുതിയ പോലെ എഴുതിക്കോ. ആ ഈ ഉ ആ പേജിന്റെ ലാസ്റ്റ് വരെ എഴുതുക. വിട്ട് എഴുതണം.
അക്ഷരങ്ങൾ മാത്രം. റൈറ്റ് ഫാസ്റ്റ്. അവിടെ ഇവിടെ നോക്കിയത് ഞാൻ ഇപ്പൊ ഇതെടുത്ത് മാറ്റുവേ. തേർഡ് ക്ലാസ്സിലാ, UKG അല്ല. ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതുക. മലയാളത്തില് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ച് എഴുതുക. നിങ്ങൾ എഴുതണമെന്നില്ല, അറിയെങ്കിൽ എഴുതണ്ട. അറിയാത്ത കുട്ടികളുണ്ട്, അതുകൊണ്ടാണ്. ഒട്ടും അറിയില്ലാത്തവര് മാത്രം മലയാളത്തിൽ എഴുതിയാൽ മതി. നാണക്കേടല്ലേ വീണ്ടും മലയാളത്തിൽ എഴുതുക? 3ാം ക്ലാസ്സിൽ എത്തിയില്ലേ? അത് എഴുതിയോ? അതിനുശേഷം ഇത് എഴുതുക. എനിക്ക് അവിടെ ഊ വരെ എഴുതാൻ പറ്റുള്ളൂ. A I O ഔ. എവിടെയാ? ഒരു ഹാഫ് പേജ് വിട്ടിട്ട്. ഒരു പകുതി ആ പേജിന്റെ ഒരു ഹാഫ് സൈഡിൽ ഇത് എഴുതുക. നടുഭാഗമില്ലേ? ഉണ്ട്. എന്തിനാ ഇങ്ങനെ പറഞ്ഞുതരാം? അതിന്റെ മുകളിൽ നമുക്ക് ചിഹ്നങ്ങൾ എഴുതണം, അതുകൊണ്ടാണ്. ഫസ്റ്റ് ലൈനിൽ ആ മുതൽ ഊ വരെ ഞാൻ എഴുതി, അതുപോലെ എഴുതുക. ഒരു ഹാഫ് ലൈനില് നോട്ട്ബുക്കിന്റെ ഒരു ഹാഫ് സൈഡിലായിട്ട് മുതൽ ഔ വരെ എഴുതുക. അതിനുശേഷം താഴെ ഒരു 2 ലൈനൊക്കെ ബാക്കി ഉണ്ടാവും അല്ലെ, ചിഹ്നങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. ആന്ന് എഴുതുക. ചിഹ്നങ്ങൾ ഇടാനും കുറച്ച് ഒരു ലൈൻ വിടുക താഴെ. വിട്ട് എഴുതില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇനി അത് അങ്ങനെ എഴുതാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ആന്നുള്ളതിന്റെ ചിഹ്നം ആന്ന് എഴുതിയതിന്റെ താഴെ എഴുതുക. ഒരു ലൈനൊക്കെ വരച്ചോ? ഇത് കണ്ടോ? ആന്ന് എഴുതിയതിന്റെ നേരെ താഴെ ആന്നുള്ള ചിഹ്നം ഇങ്ങനെയാണ്, ഒരു വരയാണ്. മുകളിൽ വരയ്ക്കുന്നതാണ് മുകളിൽ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുതിക്കോ. ആന്ന് എഴുതിയ അക്ഷരം എഴുതിയേ അതിന്റെ താഴെയായിട്ട് ആന്നുള്ളതിന്റെ ചിഹ്നം. ഈ എഴുതിയതിന്റെ താഴെ ലെഫ്റ്റ് സൈഡിലാണ് ആ ചിഹ്നം വരിക. അത് അങ്ങനെ തന്നെ എഴുതുക. എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കുക, മാറ്റിത്തരാം. എഴുതി ഇല്ലേ? നിഹാര റൈറ്റ് ഫാസ്റ്റ് ആണെന്നില്ലേ? ഓക്കെ, ഏതൊക്കെ ചിഹ്നങ്ങൾ എഴുതി? ആ, ഈ, ഊ വരെയുള്ള ചിഹ്നങ്ങൾ എഴുതി അല്ലേ? നെക്സ്റ്റ് എന്നുള്ളതിന്റെ ചിഹ്നം അതിന്റെ താഴെ തന്നെ എഴുത്. നമ്മൾ എഴുതി, ഓൾറെഡി എഴുതി കഴിഞ്ഞു. അതിന്റെ താഴെയായിട്ട് ചിഹ്നം. ചിഹ്നങ്ങളും അക്ഷരങ്ങളും മാറിപ്പോയാണ്ടല്ലോ ആകെ വിഷമാവുവേ. എന്നുള്ളതിന്റെ താഴെ ന്റെ ചിഹ്നം. ന്റെ ചിഹ്നം എങ്ങനെയാണ്? ഒരു ശരി ഇടുന്ന പോലെയാണ് അല്ലേ? ടിക്ക് മാർക്ക് ഇടുന്ന പോലെയാണ്. ടോഷൻ എഴുതി കഴിഞ്ഞിട്ടാണോ ബാക്കോട്ട് നോക്കിയിരിക്കുന്നേ? ടോഷൻ എന്നുള്ളതിന്റെ ചിഹ്നം കണ്ടോ? മുകളിൽ വരച്ചത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നിട്ട് താഴെ ഒരു വര. ഐ എന്നുള്ളതിന്റെ മലയാളം വേണ്ടവർ എഴുതിയെടുക്കണം കേട്ടോ. അതിന്റെ മുകളിൽ തന്നെ മലയാളത്തിലെ അക്ഷരങ്ങൾ എഴുതുക. അറിയാത്തവരുണ്ടാവും. ഈ മുതലേ ഉള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക്. A I O ഔ എന്നുള്ള ചിഹ്നങ്ങളാണ് കൺഫ്യൂഷൻ, അറിയാം. ഇത്ര എഴുതി, ചിഹ്നങ്ങൾ മാറിപ്പോകരുത്. ഇനി എന്നുള്ള ചിഹ്നം. എന്നുള്ളത് മുകളിൽ ഒരു ഡോട്ട്, ഈ ലൈനും വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി പറഞ്ഞുതരാം എന്താണെന്ന്. അവിടെ നിങ്ങള് കഴിയാത്തവരുണ്ടോ? എഴുതിയില്ല എല്ലാരും? ആവശ്യമുണ്ടോ? ഇനി എഴുതി കാണിക്കണോ?
ജെബിന് നീ എവിടെ നോക്കിയിരിക്കുവായിരുന്നടാ? എഴുതിയോ? ഒന്നുകൂടെ കാണിച്ചു തരാം, പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ആ എന്നുള്ളതിന്റെ നമുക്ക് അക്ഷരങ്ങൾ എഴുതുന്നതാണ്. ആ എന്നുള്ളതിന്റെ ചിഹ്നമാണ് ഇത്. ഈ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഈ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഇത്. ഉ ഇത്. ഊ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഇത്. മലയാളത്തിലില്ലേ അതേപോലെ ഹിന്ദിയിലും ചിഹ്നങ്ങളുണ്ട് അതുപോലെ. അടുത്തത് ഇറ് എന്നുള്ളതിന്റെ ചിഹ്നം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, എനിക്കും ഉണ്ടായിരുന്നു ആദ്യം ഞാൻ പഠിക്കുമ്പോൾ. ഈ ഊ എന്നുള്ള ചിഹ്നവും ഇറ് എന്നുള്ള ചിഹ്നവും കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങോട്ട് വരയ്ക്കും എന്നുള്ളത്. പിന്നീടാണ് ഞാൻ അതിന്റെ ട്രിക്ക് പഠിച്ചത്. എന്താണ്? ഇറ് എന്നുള്ളത് ഒരു ടിക്ക് മാർക്കാണ്, ഒരു ശരി ഇടുന്ന പോലെയാണ്. ഒരു റൈറ്റ് സൈഡിലോട്ട് ഒരു ശരി ഇടുക. എന്നപ്പം ഊ എന്നുള്ളത് നേരെ തിരിച്ചാന്ന് മനസ്സിലായി. അങ്ങനെ പഠിക്കണം നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കുമ്പോ. ഊവും ഇറും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ചെറുതില്ല, നിങ്ങളുടെ പ്രായത്തില്. അപ്പൊ ഇറ് എന്നുള്ളത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത്? ഒരു ശരി ഇടുന്ന പോലെയാണ്. ഊ എന്നുള്ളത് നേരെ തിരിച്ചു. അപ്പൊ അത് മനസ്സിലായി. എ എന്നുള്ളതിന്റെ ചിഹ്നമാണിത്. നമ്മൾ അക്ഷരത്തിന്റെ മുകളിൽ ഒരു വര വരയ്ക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഐ കണ്ടോ, 2 വരയാണ് ഐക്ക് മുകളില്. അക്ഷരം താഴെ ഉണ്ടാവും, മുകളില് 2 വര. ഐ. ഓന്ന് എഴുതുമ്പോ മുകളിലും താഴെയും ഓരോ വരയാണ്. ഔന്ന് എഴുതുമ്പോ മുകളിൽ 2 വര, താഴെ 2 വര. എങ്ങനെ എഴുതുക? അക്ഷരം എഴുതി അതിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇടണം. ആന്ന് എഴുതുമ്പം അക്ഷരം എഴുതി 2 ഡോട്ട് റൈറ്റ് സൈഡിൽ ഇടുക. ഐ ചിഹ്നങ്ങളായി. നമ്മൾ ഹിന്ദി പഠിച്ചു കഴിഞ്ഞു. ചിഹ്നങ്ങൾ പഠിച്ചാൽ തന്നെ ഹിന്ദി പഠിച്ചു. ഇനി എന്താണ് വേണ്ടത്? വേണിറ്റിക്ക് എന്താ പറയാനുള്ളത്? ചോദിക്കുക. മിസ്സേ, നമ്മൾ ആദ്യത്തെ എഴുതിയില്ല, അത് കഴിഞ്ഞിട്ട് എന്താ ഹാഫ് ലൈൻ ഇട്ടേ? അതെന്താന്ന് വെച്ചാല് നിങ്ങൾ ചിഹ്നങ്ങൾ എഴുതുമ്പോ കൂട്ടി എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിച്ചെഴുതുമ്പോ ഇത് എവിടെയാ ചിഹ്നം എഴുതണ്ടേ? മറ്റേതിന്റെ തലയെ കൊണ്ടുപോയി മറ്റേ ചിഹ്നം ഇട്ട് വെക്കും. എ ഐ എന്നൊക്കെ എഴുതുമ്പോ അതിന്റെ തലയിലും വാലിലൊക്കെ ആയിരിക്കും അതിന്റെ ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് കുറച്ച് സ്പേസ് ഇടാൻ വേണ്ടിട്ട് ഒരു ഹാഫ് സ്പേസ് ഇടാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, ആ പേജ് അങ്ങനെ കിടന്നോട്ടെ. അവിടെ അതിന്റെ ഇടയിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനൊന്നും പോണ്ട. നിങ്ങൾക്ക് എപ്പോ നോക്കുമ്പോ അതൊന്നും ഇങ്ങനെ കാണണം. ഇപ്പൊ കാണുമ്പോ ഇതൊക്കെയാണ് ചിഹ്നങ്ങൾ എന്ന് മനസ്സിലാവും. ഇനി എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് പേജ് എടുത്തോ. നെക്സ്റ്റ് പേജില് നിങ്ങൾ വീണ്ടും ഇറ് വരെ എഴുതുന്നു. എഴുതിക്കോ. ആ ടു ഇറ് വരെ. ഇതാണ് ആ മുതൽ ഇറ് വരെ എഴുതിക്കോ. റൈറ്റ് ഫാസ്റ്റ്. ആ മുതൽ ഇറ് വരെ എഴുതുക. വേഗം എഴുതിക്ക്, ഇങ്ങനെ അലസിയായിട്ട് ഇരിക്കാതെ. സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞ ശേഷം ഒന്ന് ലൈൻ വരച്ചോ താഴെ വരെ. ഈ 3ാം ക്ലാസ്സിലൊക്കെ ആരാണ് ഈ അക്ഷരവും ചിഹ്നങ്ങളൊക്കെ പഠിപ്പിച്ചത്? ആരും തരില്ല. അപ്പൊ ഈ അവസരം പരമാവധി ഉപയോഗിക്കുക. ആ മുതൽ ഇറ് വരെ എഴുതിയില്ലേ? നോക്കി എഴുതണോ? അറിയില്ലേ? അതിന് താഴെ ക എന്ന അക്ഷരം എഴുതിക്കോ. ആയിന്റെ നേരെ താഴെ ആന്ന് എഴുതിയ അക്ഷരത്തിന്റെ നേരെ താഴെ ക. ഈ അക്ഷരങ്ങൾ അങ്ങോട്ട് എഴുതിക്കോ. ചിഹ്നം ചേർത്ത്, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നം ചേർത്ത് എഴുതിയതാണിത്. പേരൻസ് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തോ. പെട്ടെന്ന് എഴുതിയെടുക്കുക. റഫില എങ്ങനെയായാലും നോട്ട് ബുക്കിൽ നല്ല വൃത്തിയായിട്ടുണ്ടാവണം. അക്ഷരത്തിന്റെ താഴെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നം കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ എഴുതണം. റൈറ്റ് ഫാസ്റ്റ്. ഇറ് വരെ എഴുതാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? ആ ഇ ഈ ഉ ഇറ്. താഴത്തെ വ്യഞ്ജനാക്ഷരം ക എഴുതി അല്ലെ? ക എഴുതി. ക കാ കി കീ കു കു കിറ്.
ഇതൊന്നും കുഴപ്പമില്ല. കിറു വരെയൊക്കെ നമ്മൾ എഴുതും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പണി കിട്ടുന്നത്. എഴുതിയില്ലേ? അതേപോലെ തന്നെ അതിന്റെ താഴെ അതേ ലൈനിൽ ച എന്ന അക്ഷരം എടുത്തു. ബാക്കി അങ്ങോട്ട് എഴുതുക. എനിക്ക് ഹിന്ദിയോടെ കിട്ടുന്നു, മലയാളം എഴുതാൻ കിട്ടുന്നില്ല. ഇതില് മലയാളം എഴുതിക്കോ കേട്ടോ, അല്ലെങ്കിൽ അക്ഷരം ഒന്നും പിടുത്തം കിട്ടില്ല. മലയാളം അറിയോ? ചിരിക്കുന്നു. വന്ന് മലയാളം വരെ ചിഹ്നം അറിയില്ല, അക്ഷരം അറിയില്ല. ഇപ്പൊ ആരോ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയില്ല. ഹിന്ദിയുടെ എക്സാമിന് മലയാളത്തിന്റെ എക്സാമിന് ഹിന്ദി എഴുതി വെച്ചവരുണ്ട്. അക്ഷരങ്ങൾ എഴുതാൻ പറയുമ്പോൾ മലയാളത്തിന് പിന്നെ അക്ഷരത്തിന്റെ ഇടയിൽ ഹിന്ദി അക്ഷരങ്ങൾ എഴുതും. ഹിന്ദി അക്ഷരത്തിന്റെ ഇടയിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി മലയാളം ചാർത്തി വെക്കും. അങ്ങനെയുണ്ട്. എഴുതിയില്ലേ? മതി, കുറെ സമയം. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു ഹാഫ് പേജ് വിട്ടേ. അതേപോലെ ഹാഫ് പേജ് വിട്ടിട്ട് നിങ്ങൾക്കൊരു 3 ലൈൻ വിട്ടാൽ മതിയാവുമായിരിക്കും. ചാ കഴിഞ്ഞിട്ട് ഒരു 3 ലൈൻ വിട്ടതിന് ശേഷം എഴുതുക. എ ഐ ഒ ഔ അം അ. റൈറ്റ് ഫാസ്റ്റ്. അതിന്റെ ബാക്കിയായിട്ട് എ ഐ ഒ ഔ അം അ. മുഹമ്മദ് ഷാൻ, don't eat class time. ഷാൻ എന്ത് ചെയ്താലും എനിക്ക് കാണാം, കാരണം എന്റെ മുമ്പിലാ ഷാൻ ഇരിക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് ഷാനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബെനീറ്റ, അലൻ മാത്യു, ജൂലിയറ്റ്, ഇവരൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് റോയിൽ കാണുന്നത്. ആരോൺ, ഷഹ്മ, ഇവരൊക്കെ. അപ്പം എ ഐ ഒ ഔ എഴുതി. മുകളിൽ നമ്മൾ കിറു വരെ എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കി എഴുതണ്ടേ? കെ, കൈ, കോ, കൗ, കം, ക. പിന്നെ മലയാളം എഴുതിക്കോ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. കെ കൈ എന്നൊക്കെ വായിക്കാം. നോക്കുമ്പോ അക്ഷരം ഉണ്ടോ അവിടെ? ഇല്ല. കൈ കഴിച്ചോ ജൂലിയറ്റ്? എഴുതിയില്ലല്ലോ ഇവിടെ. തേർഡ് ക്ലാസ്സിൽ ഇങ്ങനെ, അത് ഫോർത്തിലാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങള്? ഫോർത്തിൽ പാരഗ്രാഫ് ഒക്കെ എഴുതാനുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഷോർട്ട് ആയിട്ടൊന്നും എഴുതിയാ പോരാ. അപ്പൊ അതിന്റെ താഴെ ചേ എഴുതുക. ചൈ, ചോ, ചൗ, ചം, ചം. അപ്പൊ മുകളിൽ കായ എഴുതിയതിന്റെ മുകളിൽ മാത്രമേ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുള്ളൂ അല്ലെ? ബാക്കിയെല്ലാം നിങ്ങൾ അതേ ഉച്ചാരണത്തിൽ വായിക്കണം കേട്ടോ. ചായ്ക്ക് എന്റെ ചിഹ്നം കൊടുത്താൽ എങ്ങനെ വായിക്കും? ചേ. ചായ്ക്ക് ഐന്റെ ചിഹ്നം കൊടുത്താൽ എങ്ങനെ വായിക്കും? ചൈ. ചായ എഴുതി ഓന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ചോന്ന് വായിക്കും. ചായ എഴുതി ഔവിന്റെ ചിഹ്നം കൊടുത്താൽ ചൗ. അപ്പൊ ഇതിന്റെയൊക്കെ ചിഹ്നങ്ങള് മുൻപത്തെ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഔവിന്റെ ചിഹ്നം എങ്ങനെയാണെന്ന് നമ്മൾക്ക് എങ്ങനെ അറിയില്ല. ഔവിന്റെ ചിഹ്നം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നേരെ എന്ത് ചെയ്തു? മുമ്പ് എഴുതിയ പേജിൽ നോക്കി. അപ്പം ഔവിന്റെ ചിഹ്നം അവിടെ കണ്ടു. അപ്പം വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു അക്ഷരം എടുത്തു, മായ എടുത്തു, മൗന്ന് നമുക്ക് എഴുതണം. എങ്ങനെ എഴുതും? മായ എഴുതി ഔവിന്റെ ചിഹ്നം കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചിഹ്നങ്ങൾ എഴുതുക. ആയില്ലേ? പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തോ, പെട്ടെന്ന് എഴുതട്ടെ. അപ്പം അതായി അല്ലേ? ഇപ്പൊ നമ്മൾ കുറച്ച് ലൈൻ വിട്ടിട്ടില്ലേ അവിടെ? ലൈൻ വിട്ടെടുത്ത് നമുക്ക് എന്തെങ്കിലും എഴുതണ്ടേ? അല്ലെങ്കിൽ വെറുതെ ആയിപ്പോയില്ലേ ആ പേജ്? അപ്പൊ അവിടെ അക്ഷരങ്ങൾ തരാം ഞാന്. തായ എഴുതാം, തായ എഴുതാം, പാ എഴുതാം അല്ലേ? ബാക്കി വ്യഞ്ജനാക്ഷരം ടാ, താ, പ. ഇത് എന്തിനാ തന്നെന്നറിയോ? ഇതേപോലെ ചിഹ്നം ചേർത്തിട്ട് നിങ്ങൾ എഴുതണം ഇങ്ങോട്ട്. എങ്ങനെ എഴുതും? ടാ, ടാ, ടി, ടീ, ടു, ടു, തിറ്.
അതേപോലെ താഴെ വന്നിട്ട് ഇവിടെ ടേ ടൈ ടോ ടൗ ടം ട. അപ്പൊ അവിടെ ട എഴുതണ്ടേ? ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതേപോലെ താഴത്തതും എഴുതണം. ഇത് കണ്ടോ? ഈ അക്ഷരങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം ചിഹ്നങ്ങൾ ചേർത്തിട്ട്. ഇവിടെ ചേന്ന് എഴുതിയില്ലേ? അതേപോലെ തന്നെ ടേ എഴുതി പേര് ബാക്കിയുള്ളത് ചിഹ്നം ചേർത്ത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അവിടെ എഴുതുവോ? ഈസി അല്ലേ? എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളിത് വായിച്ചു പഠിക്കണം. നാണക്കേടല്ലേ UKG കുട്ടികൾ വായിക്കുന്ന പോലെ ആ ഈന്നൊക്കെ വായിക്കുന്ന കേൾക്കുമ്പം അടുത്തുള്ളവർ എന്താ ചിന്തിക്കുക? വായിച്ചേ പഠിക്കാൻ പറ്റുള്ളൂ ഇത്. ഇപ്പം കാ കിക്കി കുകു കിറ് കേ കൈ കോ കൗ കം ക ഇങ്ങനെ വായിച്ചു പഠിച്ചോ ഈ അക്ഷരങ്ങളൊക്കെ. വ്യഞ്ജനാക്ഷരങ്ങൾ ഇനിയും കുറേ അക്ഷരങ്ങളുണ്ടല്ലേ? ആ അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ ചിഹ്നം ചേർത്ത് എഴുതണം. ഇനി എത്ര അക്ഷരമുണ്ട്? യാ യാ ഈ എന്നൊക്കെ എഴുതാം. യാ ഉണ്ട്, രാ ല വ ശ ഷ സ ഹ അല്ലെ? എല്ലാത്തിനും ചിഹ്നം ചേർത്ത് എഴുതാം. അതുപോലെ വായിക്കാനും പഠിച്ചിട്ടുണ്ടാവണം. വായിക്കാൻ പഠിക്കണമെങ്കിൽ ഇപ്പം ഞാൻ എഴുതിച്ച ഈ പേജ് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് ചിഹ്നം ചേർത്ത് വെറുതെ റഫ് ബുക്കിൽ എഴുതി നോക്കുക. ഒത്തിരി അക്ഷരങ്ങളുണ്ട് നമുക്ക് ഹിന്ദിയിൽ. ആ അക്ഷരങ്ങൾക്കെല്ലാം ഈ ചിഹ്നങ്ങൾ കൊടുത്തിട്ട് എഴുതാം. സ്വരാക്ഷരങ്ങള് ഒഴികെ ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നം ചേർത്താലും നമുക്ക് എഴുതാം. സംയുക്താക്ഷരം എടുത്തു. ഇക്ഷ ഇത്ര ഇജ്ഞ ഇസ്ര അല്ലെ? അപ്പം അതിനും ചിഹ്നം കൊടുക്കാം. ക്ഷോ എന്ന് എഴുതണമെങ്കിൽ ക്ഷായ്ക്ക് ഓന്റെ ചിഹ്നം കൊടുക്കണം അല്ലെ? അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പേര് എഴുതണമെങ്കിൽ എല്ലാം ചിഹ്നങ്ങൾ വേണം. അപ്പം പഠിച്ചേ മതിയാവും. ഇനി എന്താണ്? ചിഹ്നങ്ങളായി. ഇനിയിപ്പോ ഇത് നിങ്ങള് വേറെ അക്ഷരങ്ങൾ എടുത്തിട്ട് ചിഹ്നങ്ങൾ ഇട്ടിട്ട് എഴുതി പഠിച്ച് ഇനി അഥവാ ചിഹ്നം അറിയില്ലെങ്കിൽ നെക്സ്റ്റ് മുമ്പത്തെ പേജിൽ എഴുതിയ ചിഹ്നങ്ങൾ നോക്കുക. മലയാളത്തിൽ എഴുതാൻ തന്നിട്ടുണ്ടല്ലേ? അങ്ങനെ നോക്കി പഠിക്കാം. കഴിഞ്ഞിട്ടുള്ള ചിഹ്നങ്ങളെ പ്രശ്നമുള്ളൂ. അത് നന്നായിട്ട് പഠിച്ചാൽ അതൊന്ന് നമ്മൾ മനസ്സിരുത്തി പഠിച്ചാൽ കണ്ണിലോട്ട് ആ ചിഹ്നങ്ങൾ എടുത്തു വെച്ചാൽ മതി. പെറുക്കി വെക്കാനല്ല പറഞ്ഞേ, നമ്മളത് മനസ്സിലാക്കണം എന്നാ പറഞ്ഞേ. അപ്പൊ എവിടെ കണ്ടാലും നമുക്കത് എന്റെ ചിഹ്നവും ഓന്റെ ചിഹ്നവും തമ്മിൽ മാറിപ്പോകില്ല. പിന്നെ ഞാൻ ഒരു ഇത് പറഞ്ഞു തന്നത് ഊവും അത് കൺഫ്യൂഷൻ ഉള്ളവര് ഇറിന്റെ ചിഹ്നം ഒരു ടിക്ക് ഇടുന്ന പോലെ, ഒരു ശരി ഇടുന്ന പോലെ വലത്തോട്ട്, ഊവിന്റെ ചിഹ്നം എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ? നേരെ തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ പഠിക്കണം. എഴുതിയോ വായിച്ചോ പഠിക്കാം. ഇനി എന്താണ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നിപ്പം നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞ കവിത എഴുതണം. നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കി വരിക അടുത്ത ക്ലാസ്സിൽ. ബെനീറ്റിക്ക് എന്താണ്? അൺമ്യൂട്ട് ചെയ്തോ. മിസ് ഇതിന്റെ മലയാളം എഴുതണോ? നിങ്ങൾക്ക് വേണേ എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് വെച്ചിട്ടാ മലയാളം തന്നത്. മലയാളം ഒന്നും എഴുതണ്ട, ഹിന്ദി മാത്രം പോരെ, മതി. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മലയാളം എഴുതി കാണിച്ചത്. അപ്പൊ ആയി. വേറെ എന്താണ്? ആരാണ് ഹോംവർക്ക് എല്ലാം ചെയ്യുന്നുണ്ടോ? അക്ഷരദീപം എഴുതി കഴിഞ്ഞോ? എഴുതണം കേട്ടോ. അക്ഷരദീപത്തിൽ എഴുതാത്തവരുണ്ട് കുറച്ച് പേര്, അവരും കൂടെ ഒന്ന് എഴുതി അത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഫെബ്രുവരി ആകുമ്പോഴേക്കും അക്ഷരദീപം കംപ്ലീറ്റ് ആക്കണം. അന്ന് വായിക്കേണ്ട ആവശ്യമില്ല, തന്നെ വായിക്കാൻ പറ്റും. അതിന് ഇംഗ്ലീഷ് വേർഡും അതിലുണ്ട്, തന്നെ എഴുതി പഠിക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? വേണ്ടാന്ന് പറയുന്നു നിഹാര. എന്നാ പറഞ്ഞു എന്താ വേണ്ട നിഹാര? എന്നാ പോയോ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ, കേൾക്കട്ടെ. चंद्रबिंदु की
चंद चमक ചന്ദ്രബിന്ദു ഔർ സംയുക്താക്ഷരം की കവിത വായിച്ചോ. കവിതയ്ക്ക് ഒരു പേരുണ്ട്, അത് കണ്ടില്ല അല്ലെ? ചാന്ത് ചമക്കുത്ത. എന്റെ പേരെന്താണ്? ചാന്ത് ചമക്കുത്ത. ചന്ദ്രൻ തിളങ്ങുന്നു എന്നാ പറയുന്നത്. വായിച്ചോ. चांद चमक चांद चमकते चांद चमकता आसमान में നിഹാരി ഒരു കാര്യം ചെയ്യണം, നന്നായിട്ട് ഈ കവിത ചൊല്ലി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കണം. ഓക്കെ. അപ്പൊ എന്താ ജെവിൻ? ഒന്നുമില്ലാന്നാണോ? ഞാൻ പാടാന്ന് പറഞ്ഞു. എന്നാ പാട്, ഞാൻ വായിക്കാൻ പാടിക്കോ പാടിക്കോ. लसन वारम चंद्रबिंदु के संयुक्ताक्षर की कविता. ചന്ദ്രബിന്ദു ഔർ സംയുക്താക്ഷരവും എന്നല്ലേ? अक्षरम की कविता. चांद चमकता आसमान में कितने सुंदर लगता है. नन्हा सा बच्चा ഓക്കെ, നന്നായിട്ട് വായിച്ച് പഠിക്കട്ടോ. ആയിട്ടില്ല, നന്നായിട്ട് വായിച്ച് പഠിക്കുക. കവിതയുടെ രൂപത്തിൽ ചൊല്ലണം. ജെവിൻ ഓക്കെ ഓക്കെ. ജെവിൻ ശ്രദ്ധിച്ചേ. ജെവിൻ പറയുന്ന കേൾക്ക്. വായിക്കുമ്പം നമുക്കിപ്പം കുറെ ബൈഹാർട്ടായിട്ടുണ്ടാവും അല്ലെ? ശ്രദ്ധിക്കണം. വായിക്കുമ്പോ ഓരോ വാക്കും വായിക്കുമ്പോ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോ ശ്രദ്ധിക്കണം. ജെവിൻ പറഞ്ഞ വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. കുറെ വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചേർത്ത് വായിച്ച് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കവിതയുടെ രൂപത്തിൽ ചൊല്ലി കേൾപ്പിക്കണം കേട്ടോ. ജെവിനോട് മാത്രല്ല, എല്ലാരോടും കൂടിയാ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ജെവിൻ ഗുഡ്. ബസ് എന്ന് പറഞ്ഞാ സ്റ്റോപ്പ് മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് ബൈഹാർട്ടാക്കിയിട്ട് വരിക. പഠിക്കും, എഴുതാനും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ, സി യു.